മ്യൂസിക് ജേക്സ് ബിജോയാണ് പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മ എന്തൊരു അന്യായ വർക്ക് എന്നറിയോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറോടിനൊക്കെ തകർത്തിട്ടുണ്ട്. ഇതിൽ ചില ഗസ്റ്റ് അപ്പിയറൻസ് വരുന്ന സമയത്ത് ഈ ചക്കായി ചെയ്തു വെച്ച ചില സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കല്യാണിയുടെ ഇൻട്രോ ആണെങ്കിലും കല്യാണിയുടെ ചില മാസ് മൊമെന്റിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള മ്യൂസിക് വർക്കൊക്കെ ഗംഭീരമായിരുന്നു. ഇതില് കടമറ്റത്ത് കത്തനാർ നമ്മുടെ സണ്ണീമിന്റെ കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്ത് ഒരു ബീജിയം കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് വാസ് ഹെവി. ഒരു കിടിലായിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു അത്. നമുക്കിങ്ങനെ ഒരു ശരിക്കൊരു രോമാഞ്ചം ഉണ്ടാവും. പിന്നെ ഇത്രയും കഴിഞ്ഞില്ല, ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. ശരിക്കും ഈ പടത്തില് ഒരു ഹിസ്റ്ററി, അതായത് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് പോലെ പറയുന്നൊരു സാധനമുണ്ട്. അവിടെ കല്യാണി പ്രിയദർശന്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുള്ള ആ കുട്ടി ഉണ്ടല്ലോ, അവരുടെ പേരറിയില്ല, ആർട്ടിസ്റ്റിന്റെ പേരറിയില്ല, അവർ തകർത്തിട്ടുണ്ട്. എന്റെ അമ്മോ, ശരിക്കും മലയാളത്തിലെല്ലാം ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഈ രീതിയിൽ ആക്ഷൻ പെർഫോമൻസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പെൺകുട്ടി കിടിലായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അതായത് പഴയ ഒരു സ്റ്റോറി, വളരെ പഴയ ഒരു ട്രൈബൽ സ്റ്റോറിയാണ് അവിടെ പറയുന്നത്. ആ കുട്ടിയും പിന്നെ അവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും തകർത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിയിരിക്കാൻ വേണ്ടി തോന്നും. എവിടെയും ഒരു കുറ്റം പറയാനൊന്നുമില്ല പടം. ഇങ്ങനെ വണ്ടറടിച്ച് നമ്മൾ നോക്കിയിരിക്കൂലേ, അതുപോലെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഈ നസ്ലിനും കല്യാണിയും അഭിനയിക്കുന്ന ഒരു ചെറിയ സൈഫൈ പടം കാണാൻ വേണ്ടി പോയിട്ട് 2.5 മണിക്കൂർ ഞെട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് വരേണ്ടി വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഗംഭീര പടം കേട്ടോ, ഒന്നും പറയാനില്ല. ടെക്നിക്കലി ആണെങ്കിലും ഇതിന്റെ റൈറ്റിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാലും റൈറ്റിംഗിൽ ശാന്തി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ലേ, അവരും ഈ പടത്തിന്റെ കോ റൈറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് യാനിക് ബെൻ ആണ്. അവരും ഹെവി ആയിട്ടുള്ള നല്ല വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കല്യാണിയുടെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അവരുടെ ലുക്ക്, കല്യാണി ആണെങ്കിലും നസ്ലിനാണെങ്കിലും അവരുടെ ലുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, സന്തു സലിംകുമാറിന്റെ തമാശകളെല്ലാം കിടിലായിരുന്നു. അരുൺ കുര്യനും ഒരു പരിധി വരെയൊക്കെ ഒരു പിടിച്ചു തന്നിട്ടുണ്ട്. വെറുപ്പിച്ചിട്ടില്ല, പക്ഷെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗംഭീരമാണ് പടം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ശരിക്കും മലയാളത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ARM ആണ് ഈ രീതിയിലൊരു ഫിക്ഷൻ, അതായത് ഒരു ഫാന്റസി ടൈപ്പിൽ നമ്മൾ കണ്ടൊരു പടം. ഈ വർഷം ഓണത്തിന്റെ സമയത്ത് നമുക്ക് അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ അതിനെക്കാളും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിടിലൻ സൈഫൈ പടമാണ് ലോക. ആൻഡ് ഇതിന്റെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ചാത്തനാണ് വരാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ആ പടത്തിന് വേണ്ടിയിട്ട് നോക്കി ഒരു വെയിറ്റിംഗ് ആണ്. അത്രയും കിടിലായിട്ടാണ് ആ കഥാപാത്രത്തിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചാത്തനല്ലാതെ മറ്റു പല ആൾക്കാരെയും ഈ സിനിമയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ എല്ലാം ഒരു സ്റ്റാൻഡ് അലോൺ മൂവീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ പടം ശരിക്കും തകർക്കും. ശരിക്കും ഒരു യൂണിവേഴ്സ് ആണ് ഇത് തുറന്നു വെച്ചിട്ടുള്ളത്. ഗംഭീര പടം കേട്ടോ. ഇത്രയും ഹെവി ആയിട്ടുള്ള പടം ഒന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷേ തകർത്തു. ഓണം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതാണ് ലോക. എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്ററിൽ തന്നെ വേണം കേട്ടോ. ഇത് OTT വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ കണ്ടോ. തകർത്തു.